നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാഴ്ചയില് നല്ല മിടുക്കി പെണ്ണ, ഒറ്റ നോട്ടത്തിലറിയാം നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ച. പച്ച സാരി തന്നെയാ ഉടുത്തിരിക്കുന്നത്. കിട്ടുന്നില്ലല്ലോ. കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇവൻ എവിടെ പോയി കിടക്കുക? ഇതിപ്പോ ആരോടാ ഒന്ന് തിരക്കുക? ബീച്ച് റോഡിൽ നിന്നും കടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ? ആ കടലിൽ ചാടിയ പെണ്ണല്ലേ? അത് മരിച്ചു. ഏതോ വീട്ടിലെ വഴക്കിന്റെ പേരിലോ മറ്റോ വന്ന് ചാടിയതാണെന്നാ. ഒരു വാശിക്ക് ചാടിയ ഒരു 10 വാശി കാണിച്ചാലും അതിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ലല്ലോ. അത് മരിച്ചു. കുറെയൊക്കെ ഇതുങ്ങളുടെ അഹങ്കാരമാണെന്ന്. വല്ല നിസ്സാര കാര്യമായിരിക്കും. ഇപ്പൊ ഇതൊരു ട്രെൻഡല്ലേ. വഴക്കിട്ട അപ്പ ആത്മഹത്യ. ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അല്ല, എന്താ കാര്യം? അല്ല, കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരാരെങ്കിലും ആണോ? അതൊന്ന് അറിയാൻ വേണ്ടിട്ട്. നല്ല മിടുക്കി പെണ്ണാ മോളെ. സാരിയാ ഉടുത്തിരുന്നേ, ഒരു പച്ച കളർ സാരി. പറഞ്ഞിട്ടെന്താ കാര്യം? ഏതോ നല്ല കുടുംബത്തിലെ കൊച്ച. ബോഡി അതാ അവിടെ ആ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാത്രി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കും. സംശയമുണ്ടെങ്കിൽ അവിടെ കയറി കാണാം. ബന്ധുക്കളാരും ഇതുവരെ എത്തിയിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. ദേ, ആ കാണുന്ന വഴിയിലൂടെ പോയാൽ മതി. മോർച്ചറിയുടെ മുന്നിലെത്തും. മരിച്ചവരങ്ങ് മരിച്ചു. ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ആ പാട്. ആള് അതാണോന്ന് ഉറപ്പിക്കണമല്ലോ. അതെങ്ങനെയാ? ചാകാൻ വരുമ്പോ ഇത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത്? ആ ഒരു തോന്നലല്ലേ? എന്തായാലും നല്ല മുഖശ്രീയുള്ളൊരു കുട്ടിയാ. പോയപ്പോ അതിന്റെ വീട്ടുകാർക്ക് പോയി ഓരോ വിധി. അല്ല, ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിരുന്നു. അത് ഏട്ടത്തിമെന്ന് ആയിരിക്കില്ല ആശാനെ, ഒരിക്കലും ആയിരിക്കില്ല. എന്നാലും നമുക്കതൊന്ന് ഉറപ്പുവരുത്തണ്ടേ? എന്തിന്? ശല്യൊന്നുമില്ല. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കയറി നോക്കിയേക്കാം. എനിക്ക് പേടിയോ തോന്നുന്നു. ആശാനെ, ഇപ്പൊ എന്ത് വന്നാലും നമുക്ക് നേരിടാതെ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. വന്ന സ്ഥിതിക്ക് നമുക്ക് നോക്കിയിട്ട് പോവാം. അതെ.
അപ്പൊ ആ ഒരു സംശയം മാറിക്കിട്ടുമല്ലോ. ആ വാ ആശാനെ, ഇവിടെ നമ്മൾ പോകുന്നത് അതല്ലെന്ന് ഉറപ്പ് വരുത്തിട്ട് തന്നെ ആയിരിക്കും ആശാനെ. ആ വന്ന സ്ഥിതിക്ക് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകുന്നതാ നല്ലത്. കാഴ്ചയില് നല്ല മിടുക്കി പെണ്ണ, ഒറ്റ നോട്ടത്തിലറിയാം നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ച. പച്ച സാരി തന്നെയാ ഉടുത്തിരിക്കുന്നത്. അത് ഏട്ടത്തിയമ്മ ആയിരിക്കില്ല, ഉറപ്പാണ്. ഇവിടം വരെ വന്നതല്ലേ, നോക്കാതെ പോകുന്നത് എന്തിനാ? നോക്കിയിട്ട് പോ. മോളെ, വിഷ്ണു അച്ഛൻ വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? എപ്പോ വരൂന്ന് വല്ലതും പറഞ്ഞോ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കാന്നും പറഞ്ഞു. പക്ഷെ ഇത്രയും നേരമായിട്ട് ആളെ കണ്ടില്ലല്ലോ. അതിന് ശാരദാമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ബിഗ് ഫ്രണ്ട് വന്നില്ലെങ്കിൽ പപ്പിയെ ഞാൻ എന്റെ കൂടെ കിടത്തിയാ പോരെ? ആ, എന്നിട്ട് നാളെ ബിഗ് ഫ്രണ്ട് വരുമ്പോ പറഞ്ഞിടാം. അപ്പം പപ്പിക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യണ്ടേ? പിന്നെ പഠിക്കാനും ഉണ്ടാവൂലേ? പഠിത്തമൊക്കെ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് ശാരദാമ്മേ. കണ്ടില്ലേ, ഞാനും പഠിക്കുന്നുണ്ട്, പപ്പിയും പഠിക്കുന്നുണ്ട്. പപ്പി പഠിച്ചോ? ശാലിനിയും കണ്ടില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞു. വൈകുമെങ്കിൽ വിളിച്ച് പറയുന്നതാ. ഇനി വിഷ്ണുവും ശാലിനിയും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയതാണോ? അതാണോ തിരികെ വരുമ്പം പപ്പിയെ കൊണ്ടുപോവാന്ന് പറഞ്ഞത്? ഒന്ന് വിളിച്ചു നോക്കാം. ഒരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടൂല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.